അജിത് കുമാറിനെ ഉടനടി പുറത്താക്കണം. മുഖ്യമന്ത്രിയോട് ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുകയാണ് മന്ത്രിസഭയിലെ ഒരംഗം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് അതിനിർണായകമാണ്. സംസ്ഥാന പോലീസിലെ ADGP പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ. ഇത്തരമൊരു പദവിയിലിരിക്കെ അജിത്തിനെ പോലെ അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന ഉദ്യോഗസ്ഥൻ വേറെയില്ല. LDF സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി പിണറായിയുടെ ആശ്രിത വത്സലനായിരുന്നു അജിത് കുമാർ. അന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്നു. MLA ആയിരുന്ന PV അൻവർ LDF-ൽ നിന്ന് ഇറങ്ങി വന്ന് അജിത് കുമാറിന്റെ അഴിമതികളും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള കള്ളക്കളികളും വഴിവിട്ട ബന്ധങ്ങളുമെല്ലാം മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞിരുന്നു. കൂടാതെ തൃശൂർ പൂരം കലക്കൽ, RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച എല്ലാം അജിത്തിനെ വിവാദ നായകനാക്കി. CPIയുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഗതികെട്ട പിണറായി അജിത്തിനെ പോലീസിൽ നിന്ന് മാറ്റിയെങ്കിലും നൽകിയത് എക്സൈസ് കമ്മീഷണർ പോലെ സുപ്രധാന പോസ്റ്റ്, കൂടാതെ ബെപ്കോയുടെ CMD സ്ഥാനവും നൽകി. ഇപ്പോഴും അവിടെ തുടരുകയാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിനു പിന്നാലെ തുടരന്വേഷണം നടത്തിയ രക്ഷാപ്രവർത്തന കേസിൽ പ്രതിസ്ഥാനത്താണ് അജിത്ത്. പിണറായിയുടെ വലം കൈയായിരുന്ന അജിത്ത് ആ കേസിലെ പ്രതികളായ ഗൺമാന്മാരെ രക്ഷിക്കാൻ കേസ് അട്ടിമറിച്ചതിന്റെ തെളിവുൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അതിലെ അന്വേഷണം അജിത് കുമാറിന്റെ ഓഫീസിലെത്തി നിൽക്കുകയാണ്. അങ്ങനെ പോലീസിലെ ഒരു പക്കാ ക്രിമിനൽ എന്ന് തെളിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് അജിത്ത്. ആ പശ്ചാത്തലത്തിലാണ് അജിത് കുമാറിനെ ഇപ്പോൾ വഹിക്കുന്ന പദവിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യം ഉയരുന്നത്. ബെപ്കോ CMD സ്ഥാനത്ത് നിന്ന് അജിത്തിനെ എത്രയും പെട്ടെന്ന് പുറത്താക്കണമെന്നാണ് എക്സൈസ് മന്ത്രി കൂടിയായ M. ലിജു ആവശ്യപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ രേഖാമൂലമാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കളങ്കിതനായ ഒരാളെ മേധാവിയാക്കി ഇരുത്തി മുന്നോട്ട് പോകാനാകില്ലെന്ന് ഉറച്ച നിലപാടെടുത്തിരിക്കുകയാണ് ലിജു. വകുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കാനാണ് അത്തരമൊരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നതെന്നും ലിജു വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യം തള്ളിക്കളയാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. എന്തായാലും പോലീസ് സേനയിൽ വൻ അഴിച്ചുപണിക്ക് സർക്കാർ തയ്യാറെടുക്കുകയാണ്. പൊതുഭരണ വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിൽ ഇക്കാര്യത്തിൽ ചർച്ച നടക്കുന്നുണ്ട്. അഴിച്ചുപണിക്കൊപ്പം അജിത് കുമാറിനെതിരെ നടപടിയെടുക്കുന്നതിലും തീരുമാനം ഉണ്ടാകുമെന്നാണ് സൂചന. അധികം താമസിയാതെ DGP പദവിയിലേക്ക് ഉയർത്തപ്പെടേണ്ട ഉദ്യോഗസ്ഥനാണ് ഈ അജിത് കുമാർ. അതിനു മുമ്പ് നടപടി ഉണ്ടാകാനാണ് സാധ്യത.